വളരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അപ്പച്ചന്റെ അപ്പനൊക്കെ അവർ 4 സഹോദരങ്ങൾ 20 ഏക്കറിൽ 4 വീടൊക്കെ പണിത് അത്രയും ഫിനാൻഷ്യലി ഒരു രീതിയിലും തകർച്ച സംഭവിക്കില്ലെന്ന് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കുടുംബം 18 വർഷം മുന്നേ വീട് നഷ്ടപ്പെട്ടു, സ്ഥലം നഷ്ടപ്പെട്ടു, ഞങ്ങൾ 0 ആയി. അധപ്പതനം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ അധപ്പതനം ഞങ്ങൾ ആരുടെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലാത്തൊരു അവസ്ഥ വന്നപ്പം ഞങ്ങൾ ആ നാട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലിലേക്ക് വന്നു. അപ്പച്ചനോട് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചു. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മുറിയുടെ അത്രയും പോലും വലുപ്പമില്ലാത്തൊരു വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. ഒന്നും എനിക്കത് പറയാനില്ല. അത്രയും നാണക്കേടാണ് ഞങ്ങളുടെ മനസ്സിൽ. അപമാനം, ബന്ധുക്കളെല്ലാം ഞങ്ങൾ അകറ്റി നിർത്തി മാറ്റി നിർത്തി നമുക്കൊരു ഫംഗ്ഷന് പോകാൻ പോലും പറ്റില്ല. കൊറോണയുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. എൻ്റെ അനിയത്തി പുറത്ത്, എനിക്ക് അന്നേരം ജോലിയില്ല, ഞാൻ കുഞ്ഞാട് വീട്ടിലുണ്ട്. അനിയനൊരു ചെറിയ ജോലിയാണ്, അപ്പച്ചന് ജോലിയില്ല. അങ്ങനത്തെ ഒരു സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അങ്കമാലി നമ്മുടെ ഒരു NH ഹൈവേ ആ ഒരു സൈഡാണ്. അവിടെ സ്ഥലത്തിനൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് പരിശുദ്ധ 6 സെന്റ് സ്ഥലം, നല്ല വിലയുടെ ഒരു സ്ഥലം മേടിച്ചു തന്നു പറഞ്ഞാൽ 1 രൂപ പോലും ബാധ്യതയില്ലാണ്ട് ഞങ്ങളത് മേടിച്ചു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറയത്തില്ല. അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഭവനം എന്നൊരു സ്വപ്നം ഇങ്ങനെ നിന്നു. എന്ത് ചെയ്യും, ഭവനം പണിയാൻ പറ്റില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് സ്ഥലം ഉണ്ടല്ലോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലം, ഒരു തുള്ളി മണ്ണ് നമുക്കുണ്ടല്ലോ. ഭവനം പണിയാൻ പറ്റില്ലെന്ന് വിചാരിച്ച സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ തോന്നിക്കുവാണ് നിങ്ങൾ ലോണിന് പോയി അപ്ലൈ ചെയ്യാൻ. ഞങ്ങൾ വിചാരിച്ചിരുന്ന എമൗണ്ടിന്റെ ഒരു ഇരട്ടി എമൗണ്ട് അവർ സാങ്ഷൻ ആക്കി തരുവാണ്. അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ അമ്മയുടെ വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ടുപോയായിരുന്നു. പെട്ടെന്ന് ലോണുകളെല്ലാം സാങ്ഷൻ ആവുന്നു. ഫസ്റ്റത്തെ ഗഡു സ്ഥലം കാണിക്കുന്നു. ഒരു നല്ലൊരു എമൗണ്ട് പിറ്റേ ദിവസം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നു. 8 മാസം ആയതേ ഉള്ളൂ. അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിന്റെ പെരകേറി താമസമാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ പോവാണ്. അതും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ ഒരു നില മാത്രം ആഗ്രഹിച്ചു. പരിശുദ്ധമായിട്ട് പ്ലാൻ മാറ്റി 2 നിലയാക്കി തന്നു. എന്നിട്ടും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3rd ഫ്ലോറിൽ ഒരു റൂമും കൂടി ഉണ്ട്. 8 മാസം കൊണ്ട് ഇങ്ങനെ ഒരു വീട് പണിത് തീരുക എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്ക് ഇത് സാധിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീട് പണി തുടങ്ങിയിട്ട് ഓണത്തിന്റെ ഒരാഴ്ച അല്ലാണ്ട് ഒരു ദിവസം പണി തുടങ്ങിയില്ല. മഴ രാത്രി മൊത്തം പെയ്താലും ഞങ്ങളുടെ വീട് പണിയാൻ ആൾക്കാർ വരുമ്പോൾ ആ മഴ നിൽക്കുവാടെ. അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ നിന്ന് ഞങ്ങൾക്ക് ആ ഒരു സ്വപ്നത്തെ ഞങ്ങൾക്ക് നടത്തി തന്നു. എൻ്റെ അനിയൻ ഒരു സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ കുറേ പ്രോബ്ലംസ് വന്നപ്പോൾ മാതാവിന്റെ അടുത്തുള്ള ഒരു വിശ്വാസം കൂടി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. മാതാവ് ഇല്ലെന്ന് അവൻ പറയാൻ തുടങ്ങി. ഞങ്ങൾക്കത് ഭയങ്കര ഒരു പെയിൻ ആയിരുന്നു. ഞാൻ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് മേടിച്ച സാധാരണ ഒരു വെഞ്ചരിച്ച കാശ് രൂപം എൻ്റെ അനിയന്റെ ബെഡ് പയ്യെ കട്ട് ചെയ്ത് അതിനകത്ത് ഞങ്ങൾ തുന്നി ചേർത്തു. അവൻ മാതാവിനെ അതുപോലെ അവഹേളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം പോലെ അവൻ ആ ബെഡിൽ കിടക്കാൻ പറ്റില്ല. അവന് ഇതറിയത്തില്ല, ഈ കാര്യങ്ങൾ അറിയത്തില്ല. ആ ബെഡിൽ അവൻ എണീറ്റ് പോയി. അവനവിടെ കിടക്കണ്ട, അവന് ഭയങ്കര ചൂടാന്ന് പറയുക. അടിയിൽ തീയിട്ട് പോലെ തോന്നുക, എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് ഹോളിൽ പോയി പൈൽ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കാം. അപ്പം പറഞ്ഞു ചിലപ്പോൾ അവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. സോ അങ്ങനെ വെക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പറയുക, അതും ഇങ്ങനെ മാറാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യം 1 മാസത്തിനുള്ളിൽ എൻ്റെ അനിയൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ. ഇപ്പം അവൻ മാതാവിനോട് പറയാണ്ട് അല്ലെങ്കിൽ ഉടമ്പടി കാശ് ഇല്ലാണ്ട് എങ്ങും പോകില്ല. അവന് ജോലി കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ അതിൽ സംഭവിച്ചു.